ഭാവത്തെ കേൾക്കാനായി ഗ്രാമം കൊതിക്കറയൂ. എന്റെ പൊന്ന്, ഈ വണ്ടി പൊളിഞ്ഞ. ഞാൻ കൊറേ നാളും കൂടി ദുബായിന്ന് നേരെ നാട്ടിലേക്ക് വന്ന എന്റെ ഷിൻജാൻ ചേട്ടനെ കാണാൻ വേണ്ടി. ഷിൻജാൻ ചേട്ടനെ മാത്രല്ല എന്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനെയും കൊണ്ടുവന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്താ ഷിൻജാനെന്ന്, എന്താടാ പിഞ്ചാന്, കൊറേ നാളും കൂടി വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ലേന്ന്. ഗൈസ്, നിങ്ങൾക്കുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇതാർക്ക് വേണോന്ന് പറഞ്ഞാ മതി, അവർക്ക് ഞാൻ തന്നോളാം. നിങ്ങൾ ഇത്രയും ചെയ്താ മതി. പിഞ്ചാൻ കീ ജയിന്നും വരെ നിങ്ങളുടെ പേര് തന്നെ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വണ്ടി തന്നേക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഐഡിയ അല്ലേ? എടാ ഷിൻജാനെ ചേട്ടാ, എന്റെ ചേട്ടാ ഷിൻജാനെ, എവിടെയാണ് ഷിൻജാനെ? കാണാനില്ലല്ലോ. അതാരാ? ഷിൻജാനല്ലേ? എടാ മോനെ, എടാ ഷിൻജാനെ, എന്തു പറ്റിയടാ നിനക്ക്? ഷിൻജാൻ ചേട്ടായി, എന്തു പറ്റി? ഷിൻജാൻ ചേട്ടാ, അയ്യോ ബോധമില്ലല്ലോ. അയ്യോ ഷിൻജാൻ ചേട്ടൻ എന്തു പറ്റി? ഫ്രാങ്ക്ലിനെ വിളിക്കട്ടെ. അയ്യോ, ഹലോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. അയ്യോ, ഷിൻജാൻ ഇവിടെ ബോധമില്ലാതെ കിടക്കണേ. എന്തു പറ്റിയെന്ന് അറിയില്ല. ഞാനാണ് പിഞ്ചൻ. ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്നപ്പോ ബോധമില്ലാതെ കിടക്കണ ചേട്ടാ. വെക്കെന്ന് വരുമോ? എടാ പിഞ്ചാന്, നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? എന്തു പറ്റി? ബോധയില്ലാതെ കിടക്കുന്ന ഷിൻജാൻ. ഷിന്റെ പൊന്ന്, ഞാനിപ്പോ വരാം. നീ ഒന്ന് അവന്റെ അടുത്ത് നിക്കട്ടാ. ഓ, വെക്കെന്ന് വീട്ടിലേക്ക് എത്തണം. അയ്യോ, ഷിൻജാനാണെങ്കിൽ എന്തോ കഴിച്ച്. അയ്യോ, വണ്ടി ഓടിച്ച് എങ്ങോട്ടേക്കായി കേറണത്? ഷിൻജാൻ എന്തോ കഴിച്ച് ബോധം കെട്ട് പോയിന്നാണ് തോന്നണത്. ഇപ്പൊ നമ്മുടെ പിഞ്ചാൻ വിളിച്ചിട്ട് പറയാ ഷിൻജാൻ ബോധം കെട്ട് കിടക്കണെന്ന്. എന്തു പറ്റിയോ എന്തോ. അയ്യോ, വെക്കെന്ന് ഞാൻ ഇറങ്ങട്ടെ. ഷിന്റെ പൊന്ന്, ഇന്നാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തു പറ്റിയോ എന്തോ, ഇന്നത്തെ ദിവസവും കൊള്ളായി. എടാ പിഞ്ചാനെ. എടാ ഷിൻജാൻ എവിടെടാ? പിഞ്ചാണ് പിഞ്ചാനിക്കണ്. ഷിൻജാൻ എന്തു പറ്റി? എടാ പിഞ്ചാനെ, നീ എന്താടാ കണ്ടത്? എന്താ പറ്റിയ ഷിൻജാന്? ഫ്രാങ്ക്ലിൻ ചേട്ടായി, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ നമ്മുടെ ഷിൻജാൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നപ്പോഴേ ഷിൻജാൻ ചേട്ടൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കണേ. എനിക്കൊന്നും അറിയാൻ പാടില്ല ചേട്ടായി. എന്തായാലും വേണ്ടില്ല. എടാ, നമുക്ക് ഷിൻജാനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് നോക്കാടാ പിഞ്ചാനെ. നീ ഇവിടെ നിക്ക്. ആരെങ്കിലും അസാധാരണമായിട്ട് കണ്ടു കഴിഞ്ഞാ നീ എന്നോട് പറഞ്ഞോടാ ഷിൻജാൻ. ചേട്ടാ, ഞാൻ പറയാം. ഞാനിവിടെ നിന്നോളാം. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഷിൻജാനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാം. ഞാനാണ് ഇവിടെ എന്റെ മുതുകത്തിനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. വെക്കുന്ന ഇവനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഗൈസ്. നമ്മുടെ വണ്ടി എന്ത്? ഓ ഗൈസ്, ആദ്യം അകത്തോണ്ട്. ഓ ഗൈസ്, ഈ വണ്ടി എടുത്ത് നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓ എന്റെ പൊന്ന്, വണ്ടി എങ്ങോട്ടേക്ക് പോണത് ഗൈസ്? ഫ്രാങ്ക്ലിൻ, കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഷിൻജാന്റെ ജീവനും അപകടത്തിലായില്ല. എന്തായാലും ഒരു 3 ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം ഇവനെ. ആ ഡോക്ടർ, എല്ലാം ഡോക്ടർ പറയണ പോലെ. പക്ഷെ ഇവൻ എന്താ സംഭവിച്ചത് എനിക്ക് അറിയില്ല ഡോക്ടർ. ഞാൻ വന്നപ്പോൾ, നമ്മുടെ പിഞ്ചാൻ വന്നപ്പോൾ ഇതേപോലെ അവൻ ബോധം കെട്ടി കിടക്കുന്നു. എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ ഡോക്ടർ. ഫ്രാങ്ക്ലിൻ, ഞാൻ വന്നപ്പോ തന്നെ അതാണ് ആദ്യം ചെക്ക് ചെയ്തത്. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഫ്രാങ്ക്ലിൻ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ബോധം കെടലല്ല. ആരോ ഒരാൾ നമ്മുടെ ഷിൻജാനെ മർദ്ദിച്ച് അവൻ തലയിൽ ബാറ്റ് കൊണ്ടടിച്ച് ബോധം കെടുത്തിയതാണ്. എന്താണ് ഒരു പാട് പോലും ഇല്ലാതെ എന്താണ് ഇങ്ങനെ ഇവനോട് ചെയ്യാൻ കാരണമെന്ന് എനിക്കറിയില്ല ഫ്രാങ്ക്ലിൻ. ഞാൻ ഫ്രാങ്ക്ലിനോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഫ്രാങ്ക്ലിൻ. ഡോക്ടർ എന്താണ് ഈ പറയണത്? അവനെ കൊന്നു കളയാൻ വേണ്ടി ഒരാൾ നോക്കിയെന്നോ? അതിന്റെ ഇടയിലുണ്ടായ അപകടത്തിൽ പറ്റിയതാണെന്നോ ഇതെന്ന്? ഇവനോട് ശത്രുതയുള്ള ആരാണ് സിറ്റിയിലുള്ളത്? ഫ്രാങ്ക്ലിൻ, ആരാണുള്ളതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഇവന്റെ ശത്രു ആയിരിക്കില്ല, നിന്റെ ശത്രുവായിരിക്കും. നിന്നോടുള്ള ദേഷ്യം ഇവനോട് തീർത്തതാണെങ്കിലും. ഓ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ എന്നോടുള്ള ദേഷ്യമാണ് ഇവനോട് തീർത്തത്. അയ്യോ, അപ്പോ ഇവന്റെ ജീവിതം ഇനി ആപത്തിലാണല്ലോ. ഓ ഗൈസ്, ഞാനൊരു കാര്യം മറന്നുപോയി. നമ്മുടെ പിഞ്ചാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ എന്നെ സങ്കടപ്പെടുത്താനാണെങ്കിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പിഞ്ചാനെ അറ്റാക്ക് ചെയ്ത് കാണും. ഞാൻ നേരെ വീട്ടിട്ട് പോട്ടെ. ഓ ഗൈസ്, അപ്പൊ നമ്മൾ ഓടിപ്പിടിച്ച് വെക്ക നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എടാ പിഞ്ചാനെ. ഓ ഗൈസ്, ദേ പിഞ്ചാനെ വിളിക്കണ്. എടാ പിഞ്ചാനെ, ഷിൻജാൻ ബോധം കെട്ട് വീണതല്ലടാ പിഞ്ചാനെ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അപ്പൊ ബോധം കെട്ട് വീണതല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റിയതാ? അവനെന്തെങ്കിലും ചേട്ടായിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എടാ, അസുഖമുള്ളതല്ലടാ. ഏതോ ഒരു സൈക്കോ കില്ലർ ഇതിന്റെ പുറകിലുണ്ടാ പിഞ്ചാനെ. എടാ, എനിക്കറിയില്ല. അവിടെ ചെന്നിട്ടപ്പോ ഡോക്ടർ പറഞ്ഞെന്താ അറിയാവോ? ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കി
ബാറ്റിന് തലക്കടിച്ച് ബോധം കെടുത്തിയതാണെന്ന്. ഫ്രാങ്കിൾ എന്തീ പറയണത്? ബാറ്റിന് തലക്കടിച്ച് ബോധം കെടുത്താൻ മാത്രം നമ്മളോട് ശത്രുക്കൾ ആരാ ഉള്ളത്? അയ്യോ, എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു. ഈ വീട്ടിലായിരുന്നു ഞാൻ ഇത്ര നേരം ഒറ്റയ്ക്ക് നിന്നത്. അതേടാ പിഞ്ചാനെ, അതാ ഞാൻ വെക്കുന്ന ഓടി വന്നത്. എടാ എങ്ങനെ കണ്ടുപിടിക്കൂടാ ആരാടാ? ഞാൻ CCTV ക്യാമറ പോലും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ല. ഇനി നമ്മൾ എന്ത് വിശ്വസിച്ചായിരിക്കൂടാ ഇവിടെ താമസിക്കേണ്ടത്? അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് ഫ്രാങ്കിളിന്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് കേറുന്ന സമയത്ത് നമ്മുടെ ചോപ്പ് ഈ വീട്ടിലുണ്ടായിരുന്നു ഫ്രാങ്കിളിന്. അപ്പൊ ഇവിടെ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും മുന്നേ വന്നു പോയ ആരെങ്കിലും ആയിരിക്കുമല്ലോ നമ്മുടെ ഷിൻചാനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അയാളെ നമ്മുടെ ചോപ്പ് കണ്ടു കാണുമല്ലോ. അപ്പൊ ചോപ്പിനോട് ചോദിച്ചാല് നമുക്ക് ആരാണ് വന്നിട്ട് പോയെന്ന് മനസ്സിലാവുമല്ലോ ഫ്രാങ്കിളിനെ. എടാ പിഞ്ചാനെ, അത് നൈസ് ഐഡിയ. ചോപ്പേ ഈ ചോപ്പിനെ കാണാനില്ലല്ലോ. എടാ ചോപ്പേ എവിടെയാടാ? ചോപ്പി ഒന്ന് വെക്കുന്നു പാടാ ഒന്ന്. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഈ ഫ്രാങ്ക്ലിൻ. അവിടെ നിന്ന് പോരടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരുന്നത്. അപ്പൊ ദേ വിളിച്ച് അങ്ങോട്ട് വിളിക്കണ്. ഫ്രാങ്ക്ലിനെ എന്താ ഫ്രാങ്ക്ലിനെ വിളിച്ചത്? എന്താ കാര്യം? ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു ഫ്രാങ്ക്ലിനെ. എന്റെ പൊന്നു ചോപ്പേ, നീ ഇവിടെ മൂത്രമൊഴിച്ചും കപ്പക്കൂസി പോയൊക്കെ ജീവിച്ചോ? നമ്മുടെ ഷിൻചാൻ ആരോടെ കൊല്ലാൻ നോക്കിയിട്ട് അവനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുക. നീ ഇതൊന്നും അറിയണല്ലോ. നിന്നെ നോക്കിയിട്ടാ ഞാൻ ഇവിടെ ഈ പിള്ളേരൊക്കെ വെച്ചിട്ട് പോയേക്കണ. നീ അവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും പറഞ്ഞു. എന്നിട്ട് നീ എന്താ ചെയ്യണത്? നീ മൂത്രമൊഴിക്കാൻ പോയേക്കടാ. കൊള്ളാം. എന്താ ഫ്രാങ്ക്ലിനെ പറയണത്? ഷിൻചാൻ ആരോ കൊല്ലാൻ വേണ്ടി നോക്കിയെന്നാ? അതാരെ കൊല്ലാൻ വേണ്ടി നോക്കിയത്? അത് എന്റെ കണ്ണു വെട്ടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി നോക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ധൈര്യത്തിന്റെ കാര്യമൊക്കെ നിക്കട്ടാ. നീ ആരെങ്കിലും ഇന്ന് സ്പെഷ്യലായിട്ട് പോട്ടാ. നീ നമ്മുടെ പിഞ്ചാൻ വന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നെ കണ്ടായിരുന്നാ? നീ പിഞ്ചാൻ വന്നതിന് മുന്നേ നമ്മുടെ ട്രെവർ മാമൻ വന്നിട്ട് പോയായിരുന്നു. ഫ്രാങ്ക്ലിനെ അന്വേഷിച്ച് ഷിൻചാനെയൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പോയി. ഷിൻചാനായിട്ട് കുറെ സംസാരിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ കിടന്ന് ഉറങ്ങി ഫ്രാങ്ക്ലിനെ. ആകെ ട്രെവർ മാമൻ മാത്രമേ വന്നുള്ളൂ ഇവിടെ. ഫ്രാങ്ക്ലിൻ ചേട്ടായി, ട്രെവർ മാമനോ? അപ്പൊ ട്രെവർ മാമനാണോ നമ്മുടെ ഷിൻചാൻ അങ്ങനെ ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. എനിക്ക് പേടിയാവണ്. അയ്യോ എടാ പിഞ്ചാനെ, എനിക്കും വിശ്വസിക്കാൻ പറ്റണില്ല. ട്രെവറൊക്കെ അങ്ങനെ ചെയ്യോ? ട്രെവറും ഷിൻചാനൊക്കെ ഭയങ്കര കമ്പനിയാ. എന്തായാലും വേണ്ടില്ല, ഞാൻ നേരെ നമ്മുടെ ട്രെവറിന്റെ വീട്ടിട്ട് പോട്ടെ. ഇനി അവൻ വല്ലതുമാണ് ചെയ്തെങ്കിൽ അവൻ ആ വീട്ടിൽ വെച്ച് എന്നെ ഞാൻ തീർക്കും. നേരെ ഞാൻ ആ ട്രെവറിന്റെ വീട്ടിട്ട് പോട്ടെ. ട്രെവറേ, ഇറങ്ങി വാടാ ട്രെവറേ. നീ നമ്മുടെ ഷിൻചാനെ കൊല്ലാൻ നോക്കിട്ട് നീ വീട്ടിൽ സുഖിച്ചിരിക്കുവാണല്ലേ? ഇറങ്ങി വാടാ ട്രെവറെ പുറത്തേട്ട്. ഏതവനാണ് ഈ പുറത്ത് കിടന്ന് ശല്യം ഉണ്ടാക്കുന്നത്? കുറെ നേരായി ഒരു വെടിവെപ്പിന്റെ കൊച്ചേക്കണം. ആരാ നീ? ശിവനൊന്ന് കാണണമല്ല. നീയുടെ മര്യാദക്കൊരു വീട്ടിൽ നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ലടാ. ഏതവനാണ്? മോന്, ഫ്രാങ്ക്ലിൻ കുഞ്ഞ്, നീയാണ് ഇവിടെ കിടന്ന് വെടിവെച്ച് പട്ടി ഷോ കാണിക്കണത്. എന്താടാ മോന്, എന്താ കാര്യം? നീ വലിയ തോക്കൊക്കെ മേടിച്ചല്ല. ട്രെവർ മാമനാടാ. എന്റെ വീടാ. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ട്രെവറെ, നീ എന്തിനാ എന്റെ വീട്ടിട്ട് വന്നിന്ന് വൈകിട്ട്? നിന്റെ വീട്ടിട്ട് വന്ന് എന്തിനാന്നാ? നമ്മളെ ഷിൻചാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി. നിന്റെ വീടെന്നൊക്കെ ആയോടാ? നമ്മുടെ വീടല്ലേ, നമ്മള് കളിച്ചു വളർന്ന നമ്മുടെ വീട്. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിനക്ക് എന്തു പറ്റിയാന്നാ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഷിൻചാനെ തല്ലിക്കൊല്ലാൻ നോക്കിയിട്ട് എന്തു പറ്റിയാന്നൊന്നും അറിയാത്ത പോലെ ഇവിടെ നിക്കണ. ഫ്രാങ്ക്ലിൻ, നീ എന്താണ് ഈ പറയണത്? ഷിൻചാനെ തല്ലിക്കൊല്ലാൻ നോക്കിയെന്നാ? ഞാനാ? എന്റെ മോനെ പോലെയല്ലേ അവൻ. ഞാൻ അവൻ അങ്ങനെ ചെയ്യൂടാ? നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നോ? പിന്നെ നിങ്ങളല്ലേ ലാസ്റ്റ് വന്ന നിങ്ങളാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിഞ്ചാൻ വരുമ്പോ അവന്റെ ബോധമില്ലാതെ കിടക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അറിഞ്ഞ എന്താണെന്നറിയാവോ? അവൻ ആരോ കൊല്ലാൻ നോക്കിയെന്ന്. നിങ്ങളല്ലേ അവനെ കൊല്ലാൻ നോക്കിയത്. ഫ്രാങ്ക്ലിൻ, ഞാൻ വന്നെന്നുള്ള ശരിയാണ്. ഞാൻ വന്നതിന് മുന്നേ അല്ല, ഞാൻ വരുന്ന സമയത്ത് തന്നെ വേറൊരുത്തനും കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണ ശശീന്ദ്രൻ.
ശശീന്ദ്രനും ആ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങണ സമയത്ത് അവനാണെങ്കിൽ ഷിൻചാന്റെ അടുത്തേക്ക് പോണത് കണ്ടു. എടാ അവൻ വല്ലോ ആയിരിക്കൂടാ, ഞാനല്ലടാ. ശശീന്ദ്രനോ? അവനോ? അവനും ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ലോ. എന്തായാലും ശരി, ഞാൻ അവന്റെ വീട് വരെ പോയിട്ട് ഇപ്പൊ വരാം. ട്രെവറെ, ഇനി നീ വല്ലോ ആണെങ്കിൽ നിന്നെ ഈ വീടോടെ ഞാൻ കത്തിക്കും ഞാൻ. ശശീന്ദ്ര. എന്താടാ ഫ്രാങ്കിളിനെ നീ വീട്ടിട്ട് വന്നത്? എന്താ കാര്യം? എന്താ കാര്യമെന്നോ? എടാ ശശീന്ദ്ര, നീ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നോ? നമ്മുടെ വീട്ടിൽ വന്ന് ഷിൻചാനെ എന്തെങ്കിലും ഉപദ്രവിച്ചായിരുന്നോ നീ? ആടാ, ഷിൻചാനെ ഉപദ്രവിച്ച്. എന്താടാ നിനക്ക് അറിയേണ്ടത്? എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടത്? ഇവിടെ നിന്ന് ഇറങ്ങിക്കോ നീ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വീടോടെ ഞാൻ കത്തിക്കും. വീടോടെ കത്തിക്കൂ ട്രെവറെ? അപ്പൊ എങ്ങനെയാ? ഫ്രാങ്കിളിനെ ഞാനങ്ങ പൊട്ടിച്ചേക്കുവാ. എടാ ശശീന്ദ്ര, ഈ നമ്മുടെ പയ്യനെ കൊല്ലാൻ നോക്കുവല്ലേ? ഷോ, ഇത്ര വെക്കുന്ന തീർന്നു പോയാ? എന്റെ പൊന്നു ശശീന്ദ്ര, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ നമ്മുടെ വീട്ടിട്ട് കേറരുതെന്ന്. പണ്ട് നീ നമ്മുടെ വീട്ടിലൊന്ന് കേറിയായിരുന്നു. അപ്പൊ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞയാ, ഇനി കേറരുത്, ഇനി കേറ്. ഓ, ഇനി കേറേണ്ടി വരത്തില്ലല്ലേ? അപ്പൊ നമ്മുടെ ട്രെവർ എന്ത്? എടാ ട്രെവറെ, ഏതാ ഷോട്ട്? തലേ തന്നെ അടിച്ചിട്ടല്ല നീ? പിന്നെ ഫ്രാങ്കിളിനെ നമ്മുടെ വീട്ടിൽ കയറി കളിച്ചു കഴിഞ്ഞാ തലേ തന്നെയല്ലേ അടിക്കേണ്ടത്. ഗൈസ്, അപ്പൊ നമ്മുടെ ഷിൻചാനെ തൊടാൻ വേണ്ടി വന്ന ആരാണെങ്കിലും ലോസ് ആൻഡോസിൽ ഞാനെ തട്ടിയിരിക്കും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതേപോലെ കുറേമാര് നമ്മുടെ ഷിൻചാൻ ഇതേപോലെ നോട്ടിയിട്ട് വന്നയാ ഫ്രാങ്ക്ലിനെ കൊല്ലാൻ വേണ്ടി. ഷിൻചാനെ കൊല്ല ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇവന്മാരെയൊന്നും ഒരു മനുഷ്യനും തുടക്കില്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? ഷിൻചാനെയാണോ, പിഞ്ചാനെയാണോ, അതോ ഡോക്ടറിനെയാണോ, ഫ്രാങ്ക്ലിനെയാണോ, എന്നെയാണോ? എന്നെ മീൻസ് ട്രെവറിനെയാണോ ഗൈസ്? അപ്പൊ ആരെന്ന് താരെ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ റൂട്ട് ടു 100K ആണ്. 100K സബ്സ്ക്രൈബേഴ്സ് ആവാറായി ഗൈസ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്ക് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്, ബൈ.